ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദും അയ്യപ്പേട്ടനും സംസാരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അയ്യപ്പേട്ടൻ വിജയലക്ഷ്മി അമ്മയുടെ കാര്യം എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വന്നിട്ട് പറയും, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ച്, അപ്പോഴേക്ക് ആ കാര്യം എന്തിനാ എടുത്തിട്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, മോൻ എന്താ മോൻ്റെ അമ്മയല്ലേ, പെറ്റ അമ്മയല്ലേ, എന്താണ് ഇത്ര അവരുടെ അടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, പെറ്റമ്മയാണ് പോലും, ഇത്രയും നാൾ എവിടെയായിരുന്നു, അന്ന് പൈസയൊന്നും ഇല്ലാണ്ട് അന്ന് അച്ഛൻ മരിച്ച സമയത്ത് എവിടെയായിരുന്നു, ഞങ്ങൾ ആ വാടക വീട്ടിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നില വരെ എത്തിയത്, അതുവരെ അവരെവിടെയായിരുന്നു, ഇതിനുള്ള ഉത്തരങ്ങളൊന്നും അവർ ഇതുവരെ തന്നിട്ടില്ല. അത് മാത്രമല്ല, അച്ഛനെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന വലിയ പതിവ്രത ചമയല്ലേ, അങ്ങനെയാണെങ്കിൽ രഞ്ജു എങ്ങനെയുണ്ടായി എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഗോവിന്ദ് അവിടുന്ന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വരുൺ റൂമിലിരിക്കുകയായിരിക്കും. ആ സമയം രേഖ വരികയാണ് കേട്ടോ. എന്നിട്ട് രേഖ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് കാണും. എന്നിട്ട് ഇത് ചോക്ലേറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വരുൺ പറയും, അത് ഹോട്ടലിൽ നിന്ന് ബാക്കി ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നതാ, എനിക്ക് ഇത് സാധനമൊന്നും ഇഷ്ടമല്ല എന്ന് അറിയില്ലേ പറഞ്ഞു കേട്ടോ. അപ്പോൾ രേഖ പറയും, അല്ലെങ്കിലും നല്ലതൊന്നും വരുണേട്ടന് ഇഷ്ടമല്ലല്ലോ, അതേസമയം കുപ്പിയാണെങ്കിൽ ഇപ്പോൾ തീർത്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ രേഖ ആസ്വദിച്ച് ആ ചോക്ലേറ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ചോക്ലേറ്റിൽ വരുൺ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ രേഖ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ചോക്ലേറ്റ് കഴിച്ചതും അബോധാവസ്ഥയിലാവുകയാണ് നമ്മുടെ രേഖ. ഈ സമയം വരുൺ രേഖയുടെ സമ്മതം ഇല്ലാതെ തന്നെ അവളുടെ ശരീരം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആവുന്നതാണ്. ഉണരുമ്പോൾ രേഖ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്ത് പരിപാടി കാണിച്ചത്, ഇങ്ങനെ ഒരു പെണ്ണിനെ സ്വന്തമാക്കുന്നതാണോ ആണത്തോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയും, അതിലെന്താ അപ്പോൾ തെറ്റ്, നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് ഇപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേഖ പറയുകയാണ്, ഭാര്യയാണെങ്കിലും ശരി എന്താണെങ്കിലും ഈ ചെയ്തത് ഭയങ്കര മോശം പരിപാടിയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയ ആയിരിക്കും. പ്രിയ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ, അവിടെ ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ആ സമയം നമ്മുടെ ഗീതു അങ്ങോട്ട് ചെല്ലാണ്. എന്നിട്ട് ഒരു വീൽ ചെയറും കൊണ്ടായിരിക്കും വരുന്നത് കേട്ടോ. എന്നിട്ട് പറയും, നീ ഈ വീൽ ചെയറിൽ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഗീതു സഹായിക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയ അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗീതു പറയും, ഞാൻ ഇതുപോലെ പറയണതൊക്കെ നീ അനുസരിച്ച് നിനക്ക് ഇത് കൂടെ ഓടിച്ചാടി നടക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയമായിരിക്കും ഗീതുവിൻ്റെ ഫോണിലേക്ക് വിനോദ് വിളിക്കുന്നത്. എന്നിട്ട് സംസാരിക്കുന്നത് വിലാസിനെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് മോളെ അച്ഛൻ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അച്ഛൻ വന്നില്ല എന്ന് അറിയുമ്പോൾ ഗീതുവിന് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താ വെച്ച് ചെയ്യാൻ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താം അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഗീതു. കണ്ണേട്ടൻ പറഞ്ഞതല്ലേ, വന്നില്ലെങ്കിൽ നമുക്ക് പോലീസ് കേസ് കൊടുക്കാം, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം വിനോദ് ഫോൺ വാങ്ങിയിട്ട് പുറത്തോട്ട് പോയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളിങ്ങനെ പറയാണ് കേട്ടോ. അന്ന് കണ്ണേട്ടൻ അടുത്തുള്ളത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് രാധികാമ്മയും അതേപോലെ തന്നെ ഭദ്രനും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഭീഷണിപ്പെടുത്തിയത്, ആ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അച്ഛൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് രാധികാമ്മയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിനോദിന് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് ആകെ ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗീതുവിന് മൊത്തത്തിൽ ടെൻഷനും ദേഷ്യവും എല്ലാം കൂടി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗീതു അങ്ങനെ നേരെ ഫോൺ വെച്ചിട്ട് രാധികാമ്മയുടെ അടുത്തും വരുണിൻ്റെ അടുത്തായിരിക്കും വരുന്നത് കേട്ടോ. എന്നിട്ട് ഗീത അവരുടെ അടുത്ത് ചോദിക്കും കേട്ടോ, എൻ്റെ അച്ഛൻ എവിടെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വരണമൊന്നും ആക്കിയിട്ട് പറയും, ഇത്ര നേരം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങോട്ടോ പോയി എന്ന് പറയാണ് കേട്ടോ ആക്കിയിട്ട്. അപ്പം നമ്മുടെ ഗീതുവിന് ദേഷ്യം വന്ന് വരുണ്ട് കോളറിൽ പിടിച്ചിട്ട്, നീ എന്നെ തമാശിക്കേണ്ട, നീ എവിടെയാണ് എൻ്റെ അച്ഛനെ നിങ്ങളെല്ലാവരും കൂടി എന്താ ചെയ്ത് കൊന്നോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കൊന്നോന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങളെയാണ് ഭീഷണിപ്പെടുത്തിയത് എനിക്കറിയാം, അച്ഛൻ എന്തൊക്കെ രഹസ്യങ്ങൾ അറിയാമായിരുന്നു, അത് കണ്ണേട്ടൻ്റെ അടുത്ത് പറയണ്ട എന്നുള്ള രീതിക്ക് നിങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഒന്നും മറച്ചു വെക്കാമെന്ന് വിചാരിക്കേണ്ട, നിങ്ങളോടത്ത് ചോദിക്കേണ്ട ആൾക്കാർ ചോദിച്ചാൽ എന്തായാലും നിങ്ങൾ മറുപടി പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് രേഖ എവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഗീതു അവിടെ നിന്ന് ദേഷ്യം വന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം വരുണും രാധികാമ്മയും പറയുന്നുണ്ട് കേട്ടോ, ഈ എല്ലാ തെളിവുകളും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം, അപ്പോൾ വരുണ ഞാൻ അത് നോക്കിക്കോളാം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ രേഖ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് തന്നെ ആയിരിക്കും. ആരും കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.